ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതെൻ്റെ ആങ്ങളെ ഷെഫീഖ് ഗൾഫിൽ നിന്ന് വന്നിനവേ. അപ്പോൾ വന്നിട്ടാകുമ്പോൾ നമ്മൾ ചെറിയൊരു ഫ്ലവറിൽ കൊടുത്തിട്ട് അവനൊന്ന് സ്വീകരിച്ചാണ്. അപ്പോൾ എയർപോർട്ടിലേക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിന്. അവൻ്റെ വൈഫും പോയിന്, എൻ്റെ ഏട്ടത്തിൻ്റെ മോനും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പാവും ചാച്ചാവും ഇവരാന്ന് അവനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നിട്ടാകുമ്പോൾ നമുക്ക് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാറുണ്ട് ആക്കിയതാണ്. പിന്നെ ഞാൻ രാവിലെ പോയത്, അപ്പോൾ ഓൻ ഉച്ചയിനെത്തുമ്പോൾ ഞാൻ രാവിലെ പോയിട്ടുണ്ടായിരുന്നു. ഉമ്മ എത്തുമ്പോഴേക്ക് തന്നെ ചിക്കൻ കറി, ബീഫ് കറി, മീൻ കറി, ചോറ് അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ടായിന്. അപ്പോൾ എല്ലാം റെഡി ആയതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതിന് ശേഷമുള്ള വീഡിയോ ആണിത്. അപ്പോൾ നെയ്ച്ചോറ് മാത്രം വെക്കാൻ ബാക്കി ഉണ്ടായിരുന്നത്, ബാക്കിയെല്ലാം ഉമ്മ റെഡി ആയിട്ടുണ്ടായിന്. അങ്ങനെ നെയ്ച്ചോറ് വെക്കുന്നവ. അപ്പോൾ അതാ നെയ്ച്ചോറിന് വേണ്ടിയിട്ട് നീരുള്ളിയെല്ലാം സവാളയില്ല അതെല്ലാം കായ്ച്ചിട്ടായിട്ട് അരി ഇടാൻ വേണ്ടി റെഡിയാണ് ഞാൻ. അങ്ങനെതാ വെള്ളമെല്ലാം തിളച്ചിനവ നെയ്ച്ചോറിലേക്കുള്ള. അങ്ങനെ തേയിലേക്ക് അരി ഇട്ട് കൊടുക്കുന്ന ഞാൻ സൽമാൻ ഇത് അരി ഇട്ടിട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ എടുക്കുന്ന ഞാൻ മെല്ലെ വീഡിയോ എടുത്താൽ അവളെന്നെ പറഞ്ഞുകൊണ്ടേ എനിക്ക് വീഡിയോ എടുത്തെങ്കിൽ മാത്രം മതിയല്ലോ, അപ്പോൾ എല്ലാം ഉണ്ടാക്കേണ്ടത് അമ്മല്ലേ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെതാ നെയ്ച്ചോറിന് വെള്ളം വെച്ചിട്ട് അരി ഇട്ടിട്ട് അത് തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിനവ. അങ്ങനെ നെയ്ച്ചോറ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറി, ബീഫ് കറി, മീൻ കറി, പച്ചക്കറി, ചിക്കൻ ഫ്രൈ അതും എല്ലാം റെഡിയാക്കിനവ രാവിലെ തന്നെ. ഒരു 11 മണിയാകുമ്പോൾ ഓർക്കൽ ഞാൻ എത്തുമ്പോൾ തന്നെ 11 മണി കഴിഞ്ഞിന്. ആ 11 മണിയാകുമ്പോൾ ഓർക്കെല്ലാം റെഡി ആയിട്ടാണ്. നെയ്ച്ചോറ് മാത്രം വെക്കാൻ ബാക്കിയുണ്ടായിരുന്നു. ചിക്കന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് പെരക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പണി മാത്രം ബാക്കിയുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നൂറ് വന്നിട്ട് ബേക്കാൻ വേണ്ടിയിട്ട് ചോറെല്ലാം വിളമ്പിനവേ. ചോറെല്ലാം വിളമ്പിയിട്ട് എല്ലാവരും ഒന്നിച്ചാണ് ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി ഫുഡായിനെല്ലാം ഉണ്ടാക്കിയത്. എല്ലാവരും നേരെ കഴിച്ചതിന് ചെയ്തിന്. നമ്മൾ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് ഫുഡെല്ലാം കഴിച്ചിനവേ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ടെല്ലാം ആയിട്ട് ആങ്ങളുടെ വൈഫിൻ്റെ പുരയുന്നവരെല്ലാം വന്നിട്ടുണ്ടായിന്. ഉമ്മ, ഉപ്പ, പിന്നെ ചാച്ച, ബ്രദർ അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഒരാടെ മംഗലം ഉണ്ടായിട്ടാൻ പറ്റുന്നത്. ഞായറാഴ്ച മംഗലമാണ്, ആങ്ങളുടെ മംഗലമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും നാട്ടിലേക്ക് വന്നത്. അപ്പോൾ അങ്ങനെ ഓളെ പുരയുന്ന എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ അവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചക്കത്തെ ഫുഡിൻ്റെ ടൈം കഴിഞ്ഞുകൊണ്ട് ഞമ്മ നെയ്പ്പത്തിലാണ് അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ഒന്നിച്ചതിൻ്റെ ഫുഡ് കഴിക്കുന്നവ. പൈച്ചിട്ടുണ്ടായതുകൊണ്ടാണ് അറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിന്, അടിപൊളി ഫുഡായിന്. എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് കഴിക്കുന്നതാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ നെയ്പ്പത്തിൽ ചുടുന്നവ. നെയ്പ്പത്തിൽ ചുടുന്ന പണി ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായി അവർ, കാരണം ബാക്കിയെല്ലാം ഒരെണ്ണം ഉണ്ടാക്കിയതല്ലേ. അങ്ങനെ നെയ്പ്പത്തിൽ ഞാൻ തന്നെ ചുടുന്ന സമയത്ത് ഞാൻ തന്നെ വീഡിയോ എടുക്കാറുണ്ട്, അവിടെ വെച്ചിട്ട് വീഡിയോ എടുക്കുന്നതാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയ നെയ്പ്പത്തിൽ പച്ചരീൻ്റെ ദോശയ്ക്ക് ഉണ്ടായ പുട്ടുണ്ടായിന് മാവ്, അതിലേക്ക് തരിയും മൈദയും കുഴച്ചിട്ടാണ് നെയ്പ്പത്തിൽ ചുട്ടുന്നത്. നല്ല അടിപൊളി നെയ്പ്പത്തിലായിന്. കുറച്ച് നെയ്പ്പത്തിൽ ചുട്ടതെങ്കിലും തേയായിട്ട് അതിൽ പത്തിരി അതെല്ലാം ചുട്ടിനവ. ഒരാളെ വന്നുകൊണ്ടുണ്ടായിരുന്നു. അങ്ങനെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒന്നിച്ചുണ്ടാകുമ്പോൾ നല്ല രസമുണ്ടായിന്. ദുബൈന്ന് വരുന്നതും കെട്ട് പൊട്ടിക്കുന്നതിലൊരു വേറെ ഒരു പാങ്ങന്നവ. നമ്മൾ കാസർഗോഡർക്ക് ദുബൈന്ന് വരലും പൊട്ടിക്കലും അതിന് ഓതി വെക്കലും അതെല്ലാം ഒരു എന്താ പറയുന്ന ഒരു പൊൽസ് തന്നെ. അങ്ങനെ ഞങ്ങൾ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ബേബി അപ്പല ചുട്ടിട്ട് തോന്നിട്ട് റെഡി ആയിട്ട് പൊട്ടിക്കാലത്ത് എല്ലാം റെഡി ആയിട്ട് നിൽക്കുന്നതാണ്. അങ്ങനെ ഒരാളെന്ന് വന്നിട്ട് എല്ലാവരും ഫുഡെല്ലാം കഴിച്ചിട്ട് പോയിനവ. പിന്നെ ഞങ്ങൾക്ക് അതുകൊണ്ട് പൊട്ടിക്കാനേ സമയം ഉണ്ടായിട്ട് അങ്ങനെ രാത്രിയാണ് നമ്മൾ പൊട്ടിക്കുന്നത്. അങ്ങനെ പൊട്ടിക്കുമ്പോൾ പിന്നെ ചുറ്റിലെല്ലാവരും ഉണ്ടായിന്. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അധികം ആരും കൈ കാണണ്ടാന്ന് വെച്ചിട്ട്. അങ്ങനെതാ എൻ്റെ മോനിക്ക് വേണ്ടതെല്ലാം ഓൻ എടുത്തിട്ട് വെച്ചിട്ടുണ്ടാവും. സ്കൈറ്റിങ് ഓനിക്ക് എന്ത് വേണ്ടാത്തതുണ്ടോ, ഓനിക്ക് വേണ്ടത് തന്നെയല്ല കൊടുന്നതും. അങ്ങനെ ഓനിക്ക് വേണ്ടതെല്ലാം എടുത്ത് വെച്ചിന്. പിന്നെ ഓട്ടോഗ്രാഫില്ലേ പണ്ടേ നമ്മൾ ചെയ്യുന്നുണ്ടായ SLCക്ക് എത്തുമ്പോൾ ഓട്ടോഗ്രാഫ് ചാച്ച ഓനിക്ക് വേണ്ടിയിട്ട് കൊടുന്നവ. എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ചാച്ച കൊടുന്നത് ഓട്ടോഗ്രാഫ്. അപ്പോൾ എനിക്ക് നിൻ്റെ ചാച്ച കൊണ്ടുവരണ്ടേ, അങ്ങനെ ഞാൻ കൊടുന്നത് എന്നിട്ട് കൊടുന്നിന്. പിന്നെ നെയ്യാതിന് വേണ്ടത് തന്നെ അവയിൽ മൊത്തത്തിലുണ്ടായിരുന്നത്. ഓനിക്ക് മുട്ടാൻ അറബന മുട്ടുന്നതും സ്കൈറ്റിങ്ങും കളിക്കാനുള്ളതും സൈക്കിളും എന്ന് പറഞ്ഞാൽ എല്ലാ വക സാധനവും ഓനിക്ക് തന്നെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഓൻ എൻജോയ് ആക്കിന്, എന്ത് ചോദിക്കണ്ട. പിന്നെ അത്യാവശ്യം ചോക്ലേറ്റ് കൊടുന്നിട്ട്, ചോക്ലേറ്റ് ഒന്ന് കൊടുന്നിട്ടാണ് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് മാത്രം കൊടുന്നത്. ഞാൻ ഇപ്പം ഇങ്ങനെ പറയും, ഇങ്ങനെ ചോക്ലേറ്റ് എന്തെങ്കിലും കൊണ്ടുവരുന്നതിന് ഓതിയൊക്കെ എത്ര പണിയുണ്ട്, ചോക്ലേറ്റ് കൊണ്ടുവരണ്ട പറയും. അതുകൊണ്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് മാത്രം കൊടുത്തിട്ടുണ്ടായിന്. അങ്ങനെ ഇതെല്ലാം ഞങ്ങൾക്ക് കൊടുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുള്ളത്. ഞങ്ങൾക്ക് നെയ്റ്റ് തന്നിന്. പിന്നെ നെയ് ഡ്രസ്സ് ഉണ്ടായിരുന്നു. പിന്നെ നെയ്യാസിന് കളിക്കുന്ന കളി പെയിൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കളറ്, സൈക്കിള്, സ്കൈറ്റിങ്, പിന്നെ ഷട്ടിൽ കളിക്കുന്നത്, അറബന മുട്ടുന്നത്, അങ്ങനത്തെ എന്തെല്ലോ ഉണ്ടായിരുന്നു. ഓനിക്ക് തന്നെ എല്ലാ സാധനവും ഉണ്ടായിരുന്നു. ഇത് നെയ് ഡ്രസ്സാണ്, അടിപൊളി നെയ് ഡ്രസ്സ് കൊടുക്കുന്നത്. പിന്നെ നെയ്റ്റ് അടിപൊളിയാണ്. നെയ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയ്റ്റ്, ഇങ്ങനത്തെ ദുബൈയിലത്തെ നെയ്റ്റിനോട്. അങ്ങനെ എനിക്ക് നെയ്റ്റ് തന്നെയാണ് നല്ല പങ്കുണ്ടായിരുന്നു നെയ്റ്റ്. അടിപൊളിയല്ല എൻ്റെ ഡ്രസ്സെല്ലാം. അങ്ങനെ ഇതെല്ലാം നിങ്ങൾക്ക് കാണിക്കാമെന്ന് വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക.
അപ്പോൾ ഓക്കെ ബൈ ബൈ.